ആമേൻ. രൂത്ത് പ്രസവിച്ച കുട്ടി ഓബേദ്. Obed was born to Ruth. ആമേൻ. യഹൂദനായ ഒരു പുരുഷനിലൂടെ ജാതിയായ പെൺകുട്ടിയിൽ ജനിച്ച കുട്ടിയാണ് ഓബേദ്. A Gentile through a Gentile lady and the Jewish man, a child was born. ആമേൻ. സാഹചര്യം നോക്കിയാൽ രൂത്തിനെ ബേത്ലഹേമിൽ വന്ന് പാർക്കാൻ യാതൊരു സാധ്യതയുമില്ല. You look at the circumstances, and Ruth is not worthy to come and dwell in Bethlehem. ആമേൻ. ദൈവവചനത്തിൽ ശപിക്കപ്പെട്ട ദേശത്തിലെ ഒരു പെൺകുട്ടിയാണ് ആമേൻ രൂത്ത്. According to the word of God, she is from a cursed land. ആമേൻ. രൂത്തിലൂടെ ജനിച്ച ആമേൻ ഓബേദ്. But Obed was born to Ruth. ആമേൻ. തന്റെ കൊച്ചുമകന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Even his grandson's name is mentioned. ആമേൻ. ദാവീദ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Mentions as David. ആരാണ് ഈ ദാവീദ്? Who is David? ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി മാറ്റപ്പെട്ടവനാണ് ദാവീദ്. He is the anointed second king of Israel. ഒരു ജാതീയ പെൺകുട്ടിയിലൂടെ രാജരക്തം ദൈവം നൽകി കൊടുക്കാനിടയായെങ്കിൽ, I mean, if God was able to give a kingly heritage through Ruth, നാം ആരാണെന്നുള്ളതല്ല ദൈവസന്നിധിയിൽ വിഷയം. this morning it doesn't matter who you are. നാം ആരുടേതാണെന്നതാണ് പ്രാധാന്യത. To whom we belong. Praise the Lord. ആമേൻ. ഇന്ന് പകൽക്കാലം നാം ആരുടേതാണെന്ന ചിന്ത നമ്മെ ഭരിക്കണം. Or you should be ruled by the thought, who do I belong to? ഒരു സാധാരണ പെൺകുട്ടിയിലൂടെ Through an ordinary lady, അവൻ ഒരു രാജാവിനെ നൽകി കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, pleased God to give a king. ആമേൻ. മാതാപിതാക്കളോടായി ഇന്ന് പകൽ ഞാൻ ഒരു ആലോചന അറിയിക്കട്ടെ. To the parents, let me give you a word. നിങ്ങൾ ആരാണെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. It doesn't matter who you are today. ആമേൻ. നിങ്ങൾ ആരുടേതാണെന്നത് ഇന്ന് ചിന്ത നിങ്ങളെ ഭരിക്കാൻ What matters is to whom you belong. Praise the Lord. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ, I mean, to the generations that God has given അവൻ you, ഈ തലമുറയിൽ ഉപയോഗിപ്പാൻ ദൈവത്തിന് കഴിയുവാണ്. God can use them in this generation. അവൻ അവരുടെ മേൽ ഒരു രാജകീയ അഭിഷേകം കൊടുക്കാൻ There is a kingly anointing upon your children. How many of you will take and receive? ഒരു രാജകീയ അഭിഷേകം നിങ്ങളുടെ തലമുറയ്ക്ക് കൊടുക്കാൻ ദൈവത്തിന്. God can give your children a kingly anointing. ആമേൻ. പുതിയ നിയമത്തിൽ വംശാവലി എഴുതി ചേർത്തിട്ടുണ്ട്. In the New Testament we can read about the genealogy. സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Written in the book of Matthew and as well as in Luke. വംശാവലിയിൽ പേര് വന്നിരിക്കുന്ന രണ്ട് സഹോദരിമാരുടെ പേരാണ്. There are two ladies that's mentioned in the genealogy of Christ. ഒന്ന് രാഹാബിന്റെ പേരും മറ്റൊന്ന് രൂത്തിന്റെ പേരും. One is Rahab and the other one is Ruth. രാഹാബ് ആരായിരുന്നു? Who was Rahab? യെരിഹോ മതിലിന്റെ മീതെ പാർത്തിരുന്ന ഒരു വേശ്യാസ്ത്രീയാണ്. She was the harlot that dwelt on the walls of Jericho. ഒറ്റുകാരെ സ്വീകരിച്ച് ആമേൻ രക്തച്ചരട് അടയാളമായി തൂക്കിയിട്ടതിനാൽ രക്ഷപ്പെട്ടവളായിരുന്നു രാഹാബ്. She got saved because she hid the spies and put the scarlet ribbon on her window. ന്യായപ്രമാണത്തിന്റെ കൽപ്പന പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ് രാഹാബ്. According to the law, she is supposed to be stoned to death. എന്നാൽ അവളുടെ വീടിന്റെ വാതിൽക്കൽ രക്തച്ചരട് അടയാളമാക്കിയിട്ടതിനാൽ, But because she had the scarlet thread on her windows, യെരിഹോ മതിൽ തകർന്ന കൂട്ടത്തിൽ അവൾ നശിക്കാതെ അവളെ ദൈവം സൂക്ഷിപ്പാൻ. while the wall of Jericho was destroyed, praise God, her home remained. ആമേൻ. ആ രാഹാബിന്റെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ വരാനിടയായെങ്കിൽ, It came in the holy scriptures. അവൻ ഒരു വ്യക്തിയെ അല്ല ദൈവം നോക്കുന്നത്, ആ വ്യക്തിയുടെ ആമേൻ മനോഭാവത്തെയാണ് ദൈവം. God doesn't look at a person, but he looks at the personality and attitude. ആമേൻ. ജാതീയ പെൺകുട്ടിയായിരുന്ന രൂത്തിനെ ദൈവം അവൻ ഈ പുസ്തകത്തിൽ വംശാവലിയിൽ കൊണ്ടുവന്നുവെങ്കിൽ, If God was faithful to bring Rahab and Ruth in the genealogy of Jesus Christ, അവൻ ഒരു പുതിയ ആത്മീയ സംസ്കാരം എഴുതി ചേർക്കുവാൻ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നമ്മിലൂടെ ദൈവത്തിന് സാധിക്കും. children of God, if you and I pray, God can create a new generation and new genealogy and new
civilization. ഈ ലോകത്തിൽ ആരും മഹാന്മാരും ചരിത്ര പുരുഷന്മാരുമായി ജനിച്ചിട്ടില്ല. There was not one person in this world who was born as a man of history. അവരാരും അങ്ങനെ ചരിത്ര പുരുഷന്മാരായി ഇനി ജനിക്കുകയില്ല. No one will be born who will be called as historians. എന്നാൽ അവർ വ്യക്തിപരമായി നേടിയെടുത്ത വിജയമാണ് ചരിത്രത്തിൽ സ്ഥാനം നേടുവാൻ ഇടയായിത്തീർന്നത്. The achievements they made that brought them into the books of history. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ ചരിത്രം എന്തുമായിക്കൊള്ളട്ടെ, Children of God, no matter what your background, നാം വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുമെങ്കിൽ, if you and I serve the Lord faithfully, കർത്താവിന്റെ വരവ് താമസിക്കുന്ന പക്ഷം if the Lord tarries, ഒരു പുതിയ ആത്മീയ ചരിത്രം നമ്മിലൂടെ, നമ്മുടെ തലമുറയിലൂടെ ദൈവം എഴുതിച്ചേർക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം അല്പസമയം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. if you believe that God wants to write a new history about your family heritage, clap your hands. ഒരുപക്ഷെ തകർച്ചയുടെ കാര്യം മാത്രമേ നിനക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്നുള്ളായിരിക്കാം. Maybe you will have only a history of a brokenness. എന്നാൽ ആ തകർച്ചയുടെ മധ്യത്തിൽ വിജയം തരുന്ന ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. This morning let us look to the face of God who can give us the victory. പരാജയപ്പെട്ട ഒരുവനെ അല്ല നാം സേവിക്കുന്നത്, വിജയിച്ചവനെയാണ് നാം സേവിക്കുന്നത്. We serve a God who fails us, but we are serving a victorious